മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ ഉൾപ്പെടെ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ കോടതി വിധി ഇന്ന് വരും. കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കെ സുരേന്ദ്രന്റെ കേസിൽ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ കോടതി വിധി പറയുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം ഈ ജാമ്യത്തിന് വേണ്ടിയാണ്, അതായത് കേസിൽ ജാമ്യത്തിന് വേണ്ടിയാണ് കെ സുരേന്ദ്രൻ ഹാജരായത്. അതിനുശേഷം കെ സുരേന്ദ്രനോട് നേരിട്ട് ഹാജരാവാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഈ വിടുതൽ ഹർജി നിലനിൽക്കുന്നതിനാൽ കേസിൽ ഹാജരാവേണ്ടതില്ലെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്തായാലും പ്രധാനമായും കോടതി പരിഗണിക്കുന്ന ഒരു കാര്യം ഈ കേസ് ഇനി വിചാരണ വേളയിലേക്ക് പോകണോ എന്നതാണ്. അതിന് ആവശ്യത്തിനുള്ള രേഖകൾ, അതായത് തെളിവുകൾ ഈ പ്രോസിക്യൂഷനും പോലീസും കോടതിയിൽ ഹാജരാക്കിയോ എന്ന് കോടതി പരിശോധിക്കും. മാത്രമല്ല, ഈ കേസിൽ ഈ പ്രതിഭാഗം വാദിക്കുന്നത് ഈ കേസ് നിലനിൽക്കില്ല എന്നതാണ്. അതിനാവശ്യത്തിനുള്ള രേഖകളില്ല. പ്രധാനമായും ഈ കെ സുന്ദര, BSP സ്ഥാനാർത്ഥി, അന്നേ മഞ്ചേശ്വരം മണ്ഡലത്തിൽ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദര പല ഘട്ടത്തിലും മൊഴി മാറ്റി പറഞ്ഞിരുന്നു. ഈ BSP സംസ്ഥാന അധ്യക്ഷൻ കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയ സമയത്ത് ആ പോലീസിനെ മൊഴി നൽകിയത് ഞാൻ മാറി നിന്നതാണ് എന്നൊരു മൊഴി പോലീസിന് നൽകിയിരുന്നു. അതൊക്കെ ഉയർത്തിക്കാട്ടിയാണ് ഈ പ്രതിഭാഗം വാദിക്കുന്നത്, ഈ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പ്രതികൾ വാദിക്കുന്നത്. ഇതിൽ പ്രതികളായുള്ളത് കെ സുരേന്ദ്രൻ കേസിൽ ഒന്നാം പ്രതിയാണ്. കെ സുരേന്ദ്രൻ്റെ ചീഫ് ഏജന്റായിരുന്ന BJP അന്നത്തെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ബാലകൃഷ്ണൻ ഷെട്ടി, യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, കെ മണികണ്ഠ റൈ, വൈ സുരേഷ്, ലോകേഷ് നോഡ എന്നിവരാണ് മറ്റ് പ്രതികളുള്ളത്. എന്തായാലും കെ സുരേന്ദ്രൻ 11 മണിയോടുകൂടി കോടതിയിൽ എത്തുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. SC/ST അട്രോസിറ്റി ആക്ട് ഈ കേസിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കെ സുന്ദരയുടെ മൊഴി നേരത്തെ കോടതി മൊഴിയെടുത്തിരുന്നു. കെ സുന്ദരയുടെ വാദം കേട്ടിരുന്നു. ഇനി എന്തായിരിക്കും ഇന്ന് കോടതി ഈ കേസിൽ പ്രധാനമായി നിലപാടെടുക്കുക എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കെ സുരേന്ദ്രനെ വെറുതെ വിടുമോ അതോ ഇത് വിചാരണ വേളയിലേക്ക് കടക്കുമോ എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. പ്രതിഭാഗം വാദിക്കുന്നത് SC/ST അട്രോസിറ്റി ആക്ട് ഈ കേസിൽ നിലനിൽക്കുന്നത് എന്ന് വാദിക്കുന്നുണ്ട്. അതിന് കാരണമായി പറയുന്നത് ഇതൊരു തെരഞ്ഞെടുപ്പ് കേസാണ്. BSP സ്ഥാനാർത്ഥിയായിരിക്കെയാണ് ഈ കേസ് ഉണ്ടായി വരുന്നത്. ഈ അത്തരത്തിൽ, അതായത് ഒരു പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെടുന്ന ആളെ ആ ഒരു ലക്ഷ്യത്തോടു കൂടി ആക്രമിക്കുകയോ അതിക്രമിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിക്കുന്നുണ്ട്. കോടതി എന്തായാലും ഇന്ന് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു കൃത്യമായ നിലപാട് പറയും. വിചാരണ വേളയിലേക്ക് ഈ കേസ് കടക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഇത് വലിയ തോതിലുള്ളൊരു വിവാദമായിരുന്നു. BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി പ്രലോഭിപ്പിച്ച് 2.5 ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകിയെന്നാണ് ഈ കേസ്. അന്നത്തെ അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.